students, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് HTML എന്ന് പറയുന്ന ഭാഗമാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇനി അതിൽ മറ്റൊരു ഭാഗമാണ് വെബ് ഡിസൈൻ യൂസിങ് HTML. വെബ് ഡിസൈൻ യൂസിങ് HTML, വെബ് ടെക്നോളജി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അഞ്ചാമത്തെ ചാപ്റ്ററായ വെബ് ഡിസൈൻ യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ്. പ്രാക്ടിക്കലിന് ഏറ്റവും കൂടുതൽ ഭാഗം വരുന്ന, സാധാരണ HTML പ്രാക്ടിക്കലിന് ചോദിക്കുന്ന ഭാഗമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് ലിസ്റ്റ് ക്രിയേഷൻ, പിന്നെ ഇൻറ്റേർണൽ ലിങ്കിങ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്, പിന്നെ ടാബിൾ ക്രിയേഷൻ, ഫോം ക്രിയേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വളരെ ചെയ്ത് പഠിക്കണം. പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ തിയറിക്കും ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് അഞ്ചാമത്തെ ചാപ്റ്റർ, അതായത് വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ. എല്ലാവരും ഈ ചാപ്റ്റർ പഠിക്കുക. ഇതിൽ നമ്മൾ ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിസ്റ്റുകളെ സംബന്ധിച്ചാണ്. ലിസ്റ്റ് 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓർഡർഡ് ലിസ്റ്റ്, അൺഓർഡർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഇങ്ങനെ 3 ലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രോഗ്രാംസിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ ടാഗുകൾ, അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളൊക്കെ നമ്മൾ ഉദാഹരണ സഹിതം നമ്മൾ വ്യക്തമാക്കി പ്രാക്ടിക്കലായി ചെയ്ത് നോക്കുന്നു. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക, അത് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന നമ്മളെ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ലിസ്റ്റ് ഇൻ HTML എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചാണ്. ലിസ്റ്റ് നമുക്കറിയാം, പലതരത്തിൽ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? വെബ് പേജിൽ പലതരത്തിലുള്ള ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതായത് ഇതിന് നോക്കൂ, ഇതിന്റെ ലിസ്റ്റുകൾ ഒന്നില് പിന്നെ അൺഓർഡർ ആയിട്ടുള്ള ലിസ്റ്റ്, അൺഓർഡർഡ് ലിസ്റ്റ്. ചിലത് ഓർഡർഡ് ലിസ്റ്റാണ്, ചിലത് ഡെഫിനിഷൻ ലിസ്റ്റാണ്, അല്ലേ? അപ്പൊ അൺഓർഡർഡ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? അതിലെ പോയിന്റുകളൊന്നും ഓർഡർ ആവണമെന്നില്ല, അൺഓർഡർ ആയിട്ടാണ് വരിക, അല്ലെ? അങ്ങനെയുള്ള ലിസ്റ്റുകളാണ് അൺഓർഡർഡ് ലിസ്റ്റ്, അല്ലെ? അല്ലെങ്കിൽ അതിന് ബുള്ളറ്റഡ് ലിസ്റ്റ് എന്നും പേരുണ്ട്, ബുള്ളറ്റഡ് ലിസ്റ്റ്, അല്ലെ? പിന്നെ ഇനി ഓർഡറിലാണ് വരുന്നതെങ്കിൽ ഓർഡർ വരുന്ന ലിസ്റ്റ്, അല്ലെ? അതായത് 1, 2, 3, 4 അല്ലെങ്കിൽ ABC, അല്ലെ? അല്ലെങ്കിൽ റോമൻ ലെറ്ററിൽ 1, 2, 3 ഇങ്ങനെയൊക്കെ ഓർഡറിലാണ് വരുന്നെങ്കിൽ ആ ലിസ്റ്റാണ് ഓർഡർഡ് ലിസ്റ്റ്, അല്ലെ? ഇനി ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയും. അതായത് ഒരു ടേം ഒക്കെ വിശദീകരിക്കുക. അപ്പൊ അതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേം. അപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച്, കമ്പ്യൂട്ടേഴ്സ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ, അല്ലെ? അതിന്റെ ഡെഫിനിഷൻ പിക്ചറിൽ കാണാൻ പോകുന്നത്, അല്ലെ? അപ്പൊ ഒരു സ്പാമിനെ വിശദീകരിക്കുന്ന. ഈ ഫിഷിംഗ് ആണെങ്കിൽ ഫിഷിംഗ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ദി റിക്വയർ എന്ന് പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ. അപ്പൊ ടേം അതിന്റെ ഡെഫിനിഷൻ, അല്ലെ? അതെന്താണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പൊ 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് HTML നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഓർഡർഡ് ലിസ്റ്റ്, മറ്റൊന്ന് അൺഓർഡർഡ് ലിസ്റ്റ്, മറ്റൊന്ന് ഡെഫിനിഷൻ ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും വിശദീകരിച്ച് പഠിക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് അൺഓർഡർഡ് ലിസ്റ്റിനെ കുറിച്ചാണ്. അൺഓർഡർഡ് ലിസ്റ്റ്
അതായത് ഓർഡർ അല്ലാത്ത ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ് അല്ലെ. ഈ അൺഓർഡർ ലിസ്റ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ടാഗ് UL ആണ് ഉപയോഗിക്കുക. ഇതാണ് ടാഗ് UL. UL ടാഗാണ് അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ടാഗ് ഉപയോഗിക്കുന്നത് ടാഗ് UL അല്ലെ, അൺഓർഡർഡ് ലിസ്റ്റ്. അത് കണ്ടെയ്നർ ടാഗ് ആണ്, അതായത് ടാഗ് UL ആൻഡ് ടാഗ് /UL. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ആ രണ്ട് ടാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഓരോ എലമെന്റ്സിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് LI ടാഗ്. ഏതാ? LI ലിസ്റ്റ് എന്നതിന്റെ ഷോർട്ട് LI ടാഗാണ് ഉപയോഗിക്കുക. അതും എന്താണ്? കണ്ടെയ്നർ ടാഗാണ്. അപ്പൊ അതിനെന്തുണ്ടാവും? ക്ലോസിംഗ് ടാഗായ /LI ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതാണ് എന്ത്? ഓർഡർ ലിസ്റ്റ്. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷനിലെ പ്രോഗ്രാമിംഗിലെ ജീൻ നമ്മൾ സെലക്ട് ചെയ്യും. ജീനി നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജീനി എന്ത് ചെയ്യും? നമുക്ക് ഓപ്പൺ ചെയ്ത് വിടും. ഇതിൽ ഒരു ഉദാഹരണം നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, നമ്മൾ HTML ഹെഡ് ടൈറ്റിൽ അല്ലെ, അൺഓർഡർഡ് ലിസ്റ്റ് /ടൈറ്റിൽ ഹെഡ് BG കളർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ബോഡിക്ക് ശേഷം നമ്മൾ പാരഗ്രാഫ് ഹെഡിങ്ങോ കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ, ഇവിടെ ടാഗ് UL കണ്ടോ, അൺഓർഡർ ലിസ്റ്റ് ആണ്. ടാഗ് UL എന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ ഓരോ എലമെന്റ്സുകളാണ് LI RAM, LI ഹാർഡ് ഡിസ്ക്, LI മദർ ബോർഡ്, LI പ്രൊസസർ എന്ന് പറയുന്നത് അല്ലെ. എന്നിട്ട് ആ ലിസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? LI ഇവിടെ ക്ലോസ് ചെയ്തു. /ബോഡി ഇത് നമുക്ക് സേവ് ചെയ്ത് നോക്കാം. അതിന്റെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഇപ്പൊ സേവ് അടിക്കുന്നു. സേവിലെ ഫയൽ നെയിം നമ്മൾ കൊടുക്കുന്നു. ഉദാഹരണം list1 എന്ന് നമ്മൾ കൊടുത്തു. ലിസ്റ്റ് UL അൺഓർഡർ ലിസ്റ്റ് UL എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്ന ലൊക്കേഷൻ ഇവിടെ നമ്മളെ .html എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു. .html ഉപയോഗിക്കണമെന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിലെ സേവ് നമ്മൾ കൊടുത്തു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബ്രൗസറിൽ ഓപ്പൺ വിത്ത് മോസില്ല നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ ഉണ്ടോ അൺഓർഡർഡ് ലിസ്റ്റ് വൈൽ ബൈൻഡ് കമ്പ്യൂട്ടർ. അതിനൊരു ഹെഡിങ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്താണ്. ഇവിടെ ഉണ്ടോ റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രൊസസർ അല്ലെ. നമ്മൾ എന്തൊക്കെ എലമെന്റ്സുകൾ കൊടുത്തിരുന്നത്? ഇവിടെ ഒന്നാമത്തെ എലമെന്റ്സ് ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുത്താണ് വൈൽ ബൈൻഡ് കമ്പ്യൂട്ടർ. കണ്ടോ, വിത്ത് ദി മെനി ഐറ്റംസ് ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് ഐറ്റംസ് ഇൻ ടു കൺസിഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് തുടങ്ങി. അൺഓർഡർഡ് ലിസ്റ്റ് ഒന്നാമത്തെ എലമെന്റ് ലിസ്റ്റ് റാം, അതിനെ ക്ലോസ് ചെയ്തു. രണ്ടാമത് ഹാർഡ് ഡിസ്ക്, അതിനെ ക്ലോസ് ചെയ്തു. 3 മദർ ബോർഡ്, അതിനെ ക്ലോസ് ചെയ്തു. 4 പ്രൊസസർ അല്ലെ. റാം, ഹാർഡ് ഡിസ്ക്, മദർ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ റാം നമുക്ക് എന്ത് ചെയ്യണം? റോം എന്ന് പറയുന്ന ഒരു എലമെന്റ്സ് കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ എൻറ്റർ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ടാഗ് LI എന്ന് കൊടുക്കാം. ഉദാഹരണമായിട്ട് നമുക്കിവിടെ റോം എന്നിട്ട് /LI എന്ന് കൊടുക്കാം. കണ്ടോ, നമ്മളൊന്ന് സേവ് ചെയ്താലേ അതിന്റെ എഫക്റ്റ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒന്ന് റീലോഡ് ചെയ്യാം. അവിടെ റോം. അപ്പൊ ഈ എലമെന്റ്സുകൾ നമ്മൾ അപ്പൊ ഇതിനെന്ത് മനസ്സിലാക്കുക? എലമെന്റ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? LI എന്ന് ചേർത്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇതാണ് UL LI. ഓക്കെ, ഇതാണ് അൺഓർഡർഡ് ലിസ്റ്റ്. അൺഓർഡർഡ് ലിസ്റ്റ് എന്താ? അൺഓർഡർഡ് ലിസ്റ്റ്. ഇനി നമുക്ക് ഈ അൺഓർഡർഡ് ലിസ്റ്റിന്റെ ഇത് കണ്ടോ, ഇവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ സിംബലുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാം അല്ലേ.
അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഇവിടെ ബുള്ളറ്റ് ആണ് തന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരു കുത്തിലെ ഒരു ബുള്ളറ്റ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റെക്ടാങ്കിൾ കൊടുക്കാം, പല സിമ്പിൾ സ്റ്റാർ പോലുള്ള സിമ്പിൾസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടി UL ടാഗിനോട് കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടൈപ്പ് ആട്രിബ്യൂട്ട് നമുക്കൊരു സർക്കിൾ വേണം. അപ്പൊ നമുക്കൊരു സർക്കിൾ ആണ് ഇവിടെ വേണ്ടതെങ്കിൽ അതിന് ചെയ്താൽ മതി, ഈ UL ടാഗിനോട് കൂടെ ഡീഫോൾട്ട് ആയി നമുക്ക് ബുള്ളറ്റിനാണ് വരിക. എന്താ വരിക, ബുള്ളറ്റ്. ഇപ്പൊ UL-നോട് കൂടെ നമുക്ക് ഒരു ആട്രിബ്യൂട്ട് ചേർക്കാം. ഉദാഹരണം ടൈപ്പ് ഈക്വൽ ടു അല്ലെ, ടൈപ്പ് ഈക്വൽ ടു നമ്മൾ ഡബിൾ ഇൻവെർട്ട് കോമയില് എന്ത് കൊടുക്കാം, സർക്കിൾ എന്ന് കൊടുക്കാം അല്ലെ. നമ്മൾ എന്ത് ചെയ്തു, സർക്കിൾ എന്ന് നമ്മൾ കൊടുത്തു, ടൈപ്പ് ചെയ്തു. ഇനി സേവ് ചെയ്ത് നോക്കാം. സേവ് കണ്ടാ, എന്തായാലും ഇവിടെ ഈ ബുള്ളറ്റിൻ മാറിയിട്ട് ഇവിടെ സർക്കിളായി വന്നു അല്ലെ. അപ്പൊ ഇവിടെ സിമ്പിൾസുകളെയും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് സർക്കിൾ. പിന്നെ മറ്റൊന്ന് വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ കൊടുക്കാം. സ്ക്വയർ ഉദാഹരണം ചെയ്ത് നോക്കാം. സർക്കിളിനടുത്ത് സ്ക്വയർ അല്ലെ, സ്ക്വയർ സ്ക്വയർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഈ ഫയലില് സേവ് കേട്ടാ അല്ലെ. സർക്കിൾ പോലെ സ്ക്വയർ എടുത്തപ്പോ അങ്ങനെ റെക്ടാങ്കിൾ, ഈ സർക്കിള് സ്ക്വയർ മോഡില് റെക്ടാങ്കിൾ മോഡിൽ നമുക്ക് ബുള്ളറ്റ് തോന്നും അല്ലെ. ഈ സിമ്പിൾസിലോ ഇങ്ങനെ ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ബുള്ളറ്റിൻസുകൾ അല്ലെങ്കിൽ സിമ്പിൾസുകളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അൺഓർഡർഡ് ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അൺഓർഡർഡ് ലിസ്റ്റിന്റെ ടാഗ് UL എന്നാണ്. അതായത് പെയർ ഓഫ് ടാഗ് UL ആൻഡ് /UL. അതിലെ എലമെന്റ്സുകളെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് പെയർ ഓഫ് ടാഗ് LI/LL. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അൺഓർഡർഡ് ലിസ്റ്റ്. ഇനി നമുക്ക് ഓർഡർഡ് ലിസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഓർഡർഡ് ലിസ്റ്റ് അല്ലെ, ഓർഡർഡ് ലിസ്റ്റ് അതായത് ഒരു ലിസ്റ്റിനെ ഓർഡർ പ്രകാരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ലിസ്റ്റ് ഉപയോഗിക്കുക അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചോ ഒരു ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിസ്റ്റാണ് ഓർഡർ ലിസ്റ്റ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. അപ്പൊ ആദ്യം ഈ ഓർഡർ ലിസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് OL. ഏതാ, ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് OL, ടാഗ് OL. അതുപോലെ കണ്ടെയ്നർ ടാഗാണ് പെയർ ഓഫ് ടാഗ് OL ആൻഡ് /OL. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഓർഡർ ലിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ, ടാഗ് OL. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. നമ്മള് ആപ്ലിക്കേഷനിലെ പ്രോഗ്രാമിലെ ജീനി നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളൊരു എക്സാമ്പിൾ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ HTML ഹെഡ് ടൈറ്റിൽ ഓർഡർ ലിസ്റ്റ് എന്ന് കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡിയിലെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് OL. കണ്ടോ, നമ്മൾ OL ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടാഗ് OL എന്ന് ആദ്യം നമ്മൾ കൊടുക്കണം, ടാഗ് OL. അപ്പോ UL പറഞ്ഞതുപോലെ OL നിന്നും അതിന്റെ എലമെന്റ്സുകളെ ക്രമീകരിക്കാൻ LA ടാഗ് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. നമ്മുടെ OL ടാഗിന്റെയും /OL ടാഗിന്റെയും ഉള്ളിലാണ് നമ്മുടെ എലമെന്റ്സുകൾ വരുന്നത്. എലമെന്റ്സുകൾ രജിസ്റ്റേഴ്സ്, കാഷ്, റാം, ഹാർഡ് ഡിസ്ക് കണ്ടോ. അപ്പൊ ഇവിടെ 4 എലമെന്റ്സുകളാണ് കൊടുത്തുള്ളത്. ഓരോന്നിനെയും ടാഗ് LAന്റെയും /LAന്റെയും ഉള്ളിലായിട്ട് അതിന്റെ പെയറായിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. തുടക്കത്തിൽ LA അവസാനത്തില് /LA. അതുപോലെ ലിസ്റ്റ് നമ്മൾ ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ടാഗ് OL, അതുപോലെ അവസാനിക്കുമ്പോൾ /OL അല്ലെ. ഇത് നമ്മൾ സേവ് ചെയ്ത് നോക്കാം. ഫയലില് നമ്മൾ സേവ് ചെയ്യുന്നു. നേരത്തെ സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സേവ് മതി. നമ്മൾ അതിനെ റീലോഡ് ചെയ്താൽ കണ്ടോ, ഓർഡർ ലിസ്റ്റ്
ഇവിടെ 1 2 3 4. അപ്പൊ ഈ 1 2 3 4 എന്ന് പറയുന്ന നമ്പറുകളൊക്കെ എങ്ങനെ വന്നത്? അതായത് ഓയിൽ ലിസ്റ്റിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട്, അതായത് ഒന്നും നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രൗസർ തന്നെ പ്രോഗ്രാം തന്നെ എന്ത് ചെയ്യും, ഒരു നമ്പർ ഡീഫോൾട്ട് നൽകും അല്ലെ. അതെന്തായിരിക്കും? 1 2 3 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ചോദിക്കുന്നുണ്ടാവും ഇത് എങ്ങനെ മാറ്റാം? 1 2 3 എന്നുള്ളത് നമുക്ക് ABCD ആ രൂപത്തിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ റോമൻ ലെറ്ററിൽ വേണം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ABCD രൂപത്തിൽ വരണം. ഇതെങ്ങനെ നമ്മൾ തീരുമാനിക്കാം? അതിന് ഓയിൽ ടാബിനോട് കൂടെ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടൈപ്പ് ആട്രിബ്യൂട്ട് അല്ലെ. അപ്പൊ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ടൈപ്പ് ഈക്വൽ ടു, ഈ ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ അതിൽ വാല്യൂസുകൾ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാം? സ്മോൾ ലെറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫോൾട്ട് ആയിട്ട് 1 2 3 വരും. ഇനി ABCD ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ ടൈപ്പ് ഈക്വൽസിനോട് കൂടെ ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ ഏത് ടൈപ്പാണ് വരേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് ABCD ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ടൈപ്പ് ഈക്വൽ ടു ജസ്റ്റ് മുമ്പിൽ ക്യാപിറ്റൽ ലെറ്റർ എയിലാണ് വരുന്നതെങ്കിൽ എന്ന് കൊടുക്കാം. ടൈപ്പ് ഈക്വൽ ടു A എന്ന് കൊടുക്കാം. നമ്മൾ സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യുമ്പോൾ കേട്ടോ, ഇപ്പൊ ഇവിടെ നമ്പർ ABCD ആയി. നമുക്ക് സ്മോൾ ലെറ്റർ ആണ് ഏതാണ് വരുന്നത്, ABCD ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ A ടൈപ്പ് ചെയ്യണം. ഇവിടെ ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ A കൊടുക്കാം. സേവ്. സ്മോൾ ലെറ്റർ A നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇനി നമുക്ക് റോമൻ ലെറ്റർ ഉണ്ടോ? റോമൻ ലെറ്റർ അല്ലെ, I നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോമൻ ലെറ്റേഴ്സ്. അതിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സേവ് കൊടുക്കുന്നു. 1 2 3 4 റോമൻ ലെറ്ററിലാണ്. അപ്പൊ ഏത് തരത്തിലുള്ള നമ്പേഴ്സുകളാണ് വരേണ്ടത്, ഓർഡർ ആണ് വരേണ്ടത് എന്ന് നിർണ്ണയിക്കാനാണ് നമ്മള് ഓയിൽ എന്ന് പറയുന്ന ടാഗിനോട് കൂടെ ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലാണ്ടോ? അപ്പൊ ഓയിലിന്റെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് ആണ് ഒന്ന് ടൈപ്പ്. ഈ നമ്മുടെ ഈ ലിസ്റ്റില് നമ്മൾ ലിസ്റ്റ് നോക്കൂ. ഈ ലിസ്റ്റിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ തുടങ്ങുന്നത് 1 കൊണ്ടാണ് അല്ലെ. നമുക്കൊരു 5 കൊണ്ടാണ് തുടങ്ങേണ്ടത്. 5 6 7 എന്നുള്ള നമ്പറാണ് വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 5 6 7. അങ്ങനെ ഏത് നമ്പർ കൊണ്ടാണ് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ 1 കൊണ്ടാണ് തുടങ്ങുക. ഇനിയോ ഈ സ്റ്റാർട്ടിൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ ഉപയോഗിച്ച് ഏത് നമ്പർ കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് നിർണ്ണയിച്ചാൽ ആ നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലിസ്റ്റ് തുടങ്ങുന്നത് കാണാം. ഉദാഹരണം നോക്കി, ഇവിടെ നമ്മൾ ഒന്നും നൽകാത്തത് കൊണ്ട് 1 മുതലാണ് തുടങ്ങിയത് അല്ലെ. ഇനി ഇവിടെ നമ്മള് I കൊടുത്തു. ഇവിടെ സ്റ്റാർട്ട് ഈക്വൽ ടു നമ്മള് 5 റോമൻ ലെറ്ററിൽ 5 നോക്കാം. 5 കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്ന് നമ്മള് സ്റ്റാർട്ട് ഈക്വൽ ടു കൊടുത്ത് 5 കൊണ്ട് നമ്മൾ ഇവിടെ കണ്ടോ 5 6 7 8. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ കൊണ്ട് ഫോട്ടോ കണ്ടോ, നമ്മൾ ഇവിടെ ഏത് ടൈപ്പാണ് വേണ്ടത് എന്നുള്ള റോമൻ ലെറ്റർ ആണ് നമ്മൾ കൊടുത്തത്. സ്റ്റാർട്ട് എന്താണ് 5. അപ്പൊ ഇവിടെ ഈ റോമൻ ലെറ്ററിൽ 5 കൊടുത്തിട്ട് നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല നമ്പറിന്റെ കാര്യത്തിൽ. ഇനി ഇവിടെ നമ്മൾ A എന്നാക്കി, സ്മോൾ ലെറ്റർ A എന്നാക്കി. അപ്പൊ ഇതിന്റെ ടൈപ്പ് എന്താണ്? ABCD എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്പർ വരേണ്ടത് എന്ന് നിർണ്ണയിച്ചു. ഈ തുടങ്ങിയിട്ടോ നമ്മള്
സി കൊണ്ടാണ് തുടങ്ങേണ്ടത്, സി കൊണ്ടാണ് എന്ന് നിർണ്ണയിച്ചു. സേവ് നമ്മള് കണ്ടോ. ഇപ്പൊ ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന നമ്പർ നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ സ്റ്റാർട്ടില് പ്രശ്നം പറ്റി അല്ലേ? സ്റ്റാർട്ട് സി. ഇപ്പൊ എന്താ സംഭവിച്ചത്? പറയൂ. ഇവിടെ എ ബി സി എന്ന് പറയുന്ന നമ്മള് നമ്പർ കൊടുത്തെങ്കിലും ഇവിടെ എന്തില്ല, പിന്നെ സ്റ്റാർട്ട് സി എന്ന് കൊടുത്തപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി ഇവിടെ നമ്മള് 3 എന്ന് കൊടുക്കുകയാണെങ്കിലോ, കണ്ട. ഇപ്പൊ മാറ്റം ശ്രദ്ധിച്ചങ്ങള്, മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? എന്താ മാറ്റം? നേരത്തെ കൊടുത്തപ്പോ വന്നില്ല. ഇവിടെ ടൈപ്പ് ഈക്വൽ ടു എ, സ്റ്റാർട്ട് ചെയ്യേണ്ട സി എന്ന് കൊടുത്തപ്പോ സി വന്നോ? ഇല്ല. പക്ഷെ ഇവിടെ നമ്പർ കൊടുത്തപ്പോ മൂന്നാമത്തെ ലെറ്റേഴ്സ് കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് പറയുന്ന നമ്പർ കൊടുത്തപ്പോ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക് ആയിട്ട് അത് സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. സി നേരത്തെ നമ്മൾ സ്റ്റാർട്ട് സി എന്ന് കൊടുത്തപ്പോ ശരിയായില്ല. പക്ഷെ 3 എന്ന് കൊടുത്തപ്പോഴോ അതുകൊണ്ട് തുടങ്ങി. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള നമ്പേഴ്സ് ആണ് വരേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ടൈപ്പ് കൊടുക്കുന്നത്. ടൈപ്പും സ്റ്റാർട്ട് തമ്മിൽ ഡിഫറൻസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള നമ്പേഴ്സുകൾ വരണം, അതായത് 1, 2, 3 ആ രീതിയിലാണോ, എ ബി സി ഡി ആ രൂപത്തിലാണോ, അത് സ്മോൾ ലെറ്ററിലാണോ ക്യാപിറ്റൽ ലെറ്ററിലാണോ അതോ റോമൻ ലെറ്ററിലാണോ വരേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഈ ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഏത് നമ്പർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ഇവിടെ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്. ഇവിടെ നമ്മൾ ഇവിടെയുള്ള എ ബി സി എ കൊടുത്ത് ഇവിടെ സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ അവിടെ എത്ര നമ്പർ മുതലാണ് തുടങ്ങേണ്ടത് എന്ന് പറയുന്ന അതിന്റെ എണ്ണം തന്നെ കൊടുക്കണം, നമ്പർ തന്നെ കൊടുക്കണം അല്ലെ? ഇവിടെ നമ്മള് 2 എന്ന് കൊടുത്ത് സേവ് ചെയ്താല് ബി കൊണ്ട്, രണ്ടാമത്തെ ലെറ്റർ ബി ആണല്ലോ, ആ ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഇനി ഇവിടെ നമ്മള് നമ്മുടെ ഫോർമാറ്റ് നമ്മൾ 1 2 3 എന്ന് പറയുന്ന ഫോർമാറ്റിലാണെങ്കിൽ സേവ് 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ റോമൻ ലെറ്ററില് നമുക്ക് റോമൻ ലെറ്റർ ആണ് വേണ്ടത്. ആ ടൈപ്പ് നമ്മൾ സ്മോൾ ലെറ്റർ റോമനിലാണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു 8 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ സേവ് റീലോഡ് ചെയ്യുമ്പോൾ ഉണ്ടോ 8 കൊണ്ട് സ്മോളില് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കാം. ഓർഡർ ലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ടുകളാണ്, ഒന്ന് ടൈപ്പ്, മറ്റൊന്ന് സ്റ്റാർട്ട്. അതായത് ടൈപ്പ് എന്ന് പറയുന്നത് ഏത് ഓർഡറിലാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് ഉപയോഗിക്കുന്നത് ഏത് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം, എത്ര നമ്പർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഓയിൽ എന്ന് പറയുന്ന ടാഗിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓയിൽ ടാഗിന്റെ പ്രധാനപ്പെട്ട ടാഗാണ് ടാഗ് ഓയിൽ ആൻഡ് /ഓയിൽ. അതിന്റെ ആട്രിബ്യൂട്ടുകളാണ് സ്റ്റാർട്ട് ആൻഡ് ടൈപ്പ്. ഓക്കെ, പിന്നെ അതിന്റെ ഓരോ എലമെന്റ്സിനെയും ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ LI ടാഗും ഉപയോഗിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഓയിൽ ലിസ്റ്റ്. ഇനി നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഡെഫിനിഷൻ ലിസ്റ്റ് എന്താ? ഡെഫിനിഷൻ ലിസ്റ്റ് a definition list is a list of the terms and the corresponding definition. അതായത് ഒരു ടേമും അതിന്റെ ഡെഫിനിഷനും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ടേമും അതിന്റെ ഡെഫിനിഷനും, ഉദാഹരണം സ്പാം അല്ലെങ്കിൽ ഫിഷിംഗ് എന്ന് പറയുന്ന സ്പാം, അതിന്റെ വിശദീകരണം നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം കൊടുക്കേണ്ടി വരും അല്ലെ? കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേമാണ്, അതിന്റെ ഡെഫിനിഷൻ ആണ് താഴെ കമ്പ്യൂട്ടേഴ്സ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്ന അതിന്റെ ഡെഫിനിഷൻ. അങ്ങനെ ഒരു
ടേം ആൻഡ് ഡെഫിനിഷൻ രൂപത്തിലാണ് നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ഉപയോഗിക്കുക. അതിനെ ഉപയോഗിക്കുന്ന ടാഗ് ആണ് DL, ഡെഫിനിഷൻ ലിസ്റ്റ് ടാഗ് DL അല്ലെ, കണ്ടെയ്നർ ടാഗ് ആണ് ടാഗ് DL, അതുപോലെ /DL കണ്ടെയ്നർ ടാഗ് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ടേമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അതിന്റെ ഡെഫിനിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ടാഗ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ടാഗിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ DT ടാഗാണ് ഉപയോഗിക്കുന്നത്. ടാഗിനെ സൂചിപ്പിക്കാൻ DT ടാഗും ഡെഫിനിഷനെ സൂചിപ്പിക്കാൻ എന്താണ് DD ടാഗും ഉപയോഗിക്കും. ഡെഫിനിഷൻ ലിസ്റ്റ്, ഡെഫിനിഷൻ ടാഗ്, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ അല്ലെ, DD അല്ലെ, ഡെഫിനിഷൻ ഓഫ് ദി ഡിസ്ക്രിപ്ഷൻ. അപ്പൊ DT എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ടാഗിനെ സൂചിപ്പിക്കാൻ DT. ഞാനിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ടാഗിനെ വിശദീകരിക്കുന്ന ഭാഗം അതിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ DD ടാഗ് ഉപയോഗിക്കും. അപ്പൊ ഡെഫിനിഷൻ ലിസ്റ്റിന് മെയിൻ ആയിട്ട് ടാഗ് DL ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ക്ലോസിംഗ് ടാഗ് /DL. അതുപോലെ ടാഗിനെ സൂചിപ്പിക്കാൻ DT എന്ന് പറയുന്ന ടാഗും അതുപോലെ ഡെഫിനിഷൻ സൂചിപ്പിക്കാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ അതിനെ സൂചിപ്പിക്കാൻ DD എന്ന് പറയുന്ന ടാഗും ഉപയോഗിക്കും. ഇത് രണ്ടും എന്താണ് കണ്ടെയ്നർ ടാഗാണ്. അതായത് /T-യും അതുപോലെ /DD-യും ഉപയോഗിക്കും. നമുക്കൊരു ഉദാഹരണം ചെയ്ത് നോക്കാം. ഇപ്പൊ ആപ്ലിക്കേഷനിലെ പ്രോഗ്രാമിൽ നമ്മൾ ജീനി എടുക്കുന്നു, ജീനി നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെ, നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ HTML ഹെഡ് ടൈറ്റിൽ കൊടുത്ത് ബോഡിയിൽ നിറക്ക് കൊടുത്തു, ഒരു ഹെഡിങ് കൊടുത്ത്, പിന്നെ DL കണ്ടോ ടാഗ് DL കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗ് കൊണ്ട് തുടങ്ങി ഇവിടെ വെച്ചുമ്പോൾ അവസാനിക്കും. അതിൻ്റെ ഉള്ളില് ടാഗ് DT ടാഗ് എന്താ സ്പാം എന്താണെന്ന് വിശദീകരിക്കാം. അപ്പൊ വിശദീകരണം എന്താ കൊടുക്കുക? റിയലി സ്പാം ഇസ് ദി അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് അല്ലെ, അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻ ദി ഹോപ്പ് ഓഫ് ഇങ്ങനെ പറയുന്ന അതിന്റെ ഡെഫിനിഷൻ. പിന്നെ ഒന്നാമതാണ് DT സ്പാം /DT ഡെഫിനിഷൻ കൊടുത്തു. ആ ഡെഫിനിഷൻ ഇവിടെ ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ ഐറ്റം DT ഫിഷിംഗ് അല്ലെ, എന്താ ഫിഷിംഗ് എന്താണെന്നുള്ള അതിന്റെ ടേം ഇവിടെ അവസാനിപ്പിച്ചു. പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഫിഷിംഗ് ഈസ് അറ്റംപ്റ്റ് അല്ലെ എന്ന് പറയുന്ന അതിന്റെ ഡെഫിനിഷൻ, ആ ഡെഫിനിഷൻ ഇവിടെ അത് അവസാനിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ഈ DL ഇവിടെ തുടങ്ങിയ DL നമ്മൾ അവസാനിച്ച് /body /HTML. ഇതിന്റെ റിസൾട്ട് നോക്കാം. ഫയൽ നമ്മൾ സേവ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ സേവ് ചെയ്തുകൊണ്ട് കേട്ടോ ഡെഫിനിഷൻ ലിസ്റ്റ് ഇതിലൊരു ഹെഡിങ് നമ്മൾ കൊടുത്തതാണ്. ഒരു ഹെഡിങ് കൊടുത്തു സ്പാം, ഇതാണ് ടാഗ് DT ഉപയോഗിച്ച നമ്മൾ സ്പാം അതിന്റെ ഡെഫിനിഷനാണ് ഇതെന്നുള്ളത്. അതുപോലെ ഫിഷിംഗ് അതിന്റെ ഡെഫിനിഷനാണ്. ഇങ്ങനെ ഡെഫിനിഷൻ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു ടാഗ് ആണ് ടാഗ് DL ഡെഫിനിഷൻ ലിസ്റ്റ്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ DL ഡെഫിനിഷൻ ലിസ്റ്റ് ഉപയോഗിക്കും. ഇതിന്റെ ടാഗിനെ സൂചിപ്പിക്കാൻ DT എന്ന് പറയുന്ന ടാഗും ഡിസ്ക്രിപ്ഷൻ സൂചിപ്പിക്കാൻ DD എന്ന് പറയുന്ന ടാഗും ഉപയോഗിക്കും. ഇതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? അൺഓർഡർഡ് ലിസ്റ്റ്, ഓർഡർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം, അത് പഠിക്കാം, ഡൗട്ടുള്ളത് ചോദിക്കാം. വീണ്ടും നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ കാണാം.